നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാതെ തട്ടിപ്പുകാരെയും കള്ളന്മാരെയും ഒക്കെ സഹായിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെയാ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി അന്വേഷിച്ച് ബോധ്യം വരുത്തിയിട്ടേ ചെയ്യാവൂ. ശരി മാഡം. ഇനി കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറയുമ്പോ വധുവിന്റെ എഴുതിൽ താലി കെട്ടണം. കേട്ടല്ലോ? മംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ടേ ബന്ധനാമി സുഭഗേ ത്വം ജീവശരദഗതം. ആ, കെട്ടിക്കോളൂ. ഈ വിവാഹം നടത്തരുത്. ശാലിനി, ദയവ് ചെയ്ത് ഈ കല്യാണം ഇപ്പൊ നടത്തരുത്. ഇതൊരു സമൂഹ വിവാഹം. എല്ലാ വർഷവും ഇതിവിടെ നടത്താറുമുണ്ട്. പക്ഷെ ഇന്നുവരെ VIP-കളെ ഒന്നും ഞങ്ങൾ ക്ഷണിക്കാറില്ല. അവര് ഇതുപോലെ വന്ന് വിവാഹം നടത്തരുതെന്ന് പറഞ്ഞിട്ടുമില്ല. ബഹുമാനപ്പെട്ട കളക്ടർക്ക് എന്താണോ ഈ പാവപ്പെട്ടവരുടെ വിവാഹ ചടങ്ങിൽ കാര്യം ഉണ്ടായിട്ട് തന്നെയാ സത്യമേ വന്നത്. ഇതിലാര സച്ചി എന്ന സച്ചിദാനന്ദൻ? ആരാന്ന് ചോദിച്ചത്? നീ ഈ പെൺകുട്ടി അറിയോ? അറിയോന്നാ ചോദിച്ചത്. മാഡം ചോദിച്ച കേട്ടിലൂടാ, നീ ഈ കുട്ടിയെ അറിയോന്ന്? എങ്ങനെ അറിയും? എങ്ങനെ അറിയുമെന്നാ ഈ ചോദിക്കുന്നെ? എന്താ ഇതൊക്കെ? ഒരു മംഗളകർമ്മം നടക്കുന്ന സ്ഥലത്ത് വന്ന് കാണിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തു പ്രശ്നമുണ്ടെങ്കിലും ഈ ചടങ്ങ് കഴിഞ്ഞാവാലോ. 4 പെൺകുട്ടികളുടെ ജീവിതം വെച്ചോണ്ടാ നിങ്ങൾ ഈ കളക്ടറും പോലീസും കൂടി കളിക്കുന്നത്. ഇവിടെ സത്യാമ്മ കണ്ടെത്തിയ 4 പെൺകുട്ടികളെ പോലെ തന്നെയാ സത്യാമ്മ ഈ പെൺകുട്ടിയും. ഇവളും ഇതുപോലെ വിവാഹം സ്വപ്നം കണ്ട് കുറെ ദിവസങ്ങളായി കഴിയുന്നവളാ. പക്ഷെ ഇവരിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരിപ്പോ ഈ വിവാഹ ചടങ്ങിൽ വെച്ചായിരിക്കാം ഇവരെ കെട്ടാൻ പോകുന്ന ഈ വരന്മാരെ ശരിക്കും കണ്ടത്. പക്ഷേ ഇവള് കഴിഞ്ഞ 3 മാസമായി ഇവളെ കെട്ടാൻ പറഞ്ഞിരിക്കുന്ന വരനെ കാണുന്നു. അവര് സിനിമയ്ക്ക് പോകുന്നു, ബീച്ചിൽ കറങ്ങുന്നു. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കനല്ലേ. സ്നേഹം കാണിച്ചപ്പോ സ്നേഹം മാത്രമല്ല ഇവള് തിരിച്ചു കൊടുത്തത്. ഇവളുടെ മാനവും വീട്ടുകാരുടെ അഭിമാനവും വിവാഹത്തിന് വീട്ടുകാർ കരുതി വെച്ച 5 പവൻ സ്വർണവും എല്ലാം ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാൻ പോകുന്നവന് നൽകി.
എന്തായാലും ഇതെല്ലാം അവൻ അവകാശപ്പെട്ടതല്ലേ എന്ന് കരുതി ഈ പാവം. പക്ഷെ ഇവൻ എന്താ ചെയ്തത്? ഇവളെ പറ്റിച്ചു. ഇന്നത്തെ സമൂഹ വിവാഹത്തിൽ കിട്ടുന്ന 5 പവൻ സ്വർണത്തിനും 50,000 രൂപയ്ക്കും വേണ്ടി. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുന്നു. ഇവനെ എന്താ ചെയ്യണ്ടേ? ഒരു പെൺകുട്ടിയെ കൂടി ചതിക്കാനായിട്ട് ഞാൻ കൂട്ടു നിൽക്കണോ? അതോ ഇവനെ പിടിച്ച് ജയിലിലിടണോ? ഇനി ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ കല്യാണം നടന്നു എന്ന് തന്നെ വിചാരിക്ക. ഈ സ്വർണവും പണവും കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ മുങ്ങും. ഈ പാവം പെൺകുട്ടി കൂടി കഷ്ടത്തിലാവുകയും ചെയ്യും. സമൂഹ വിവാഹം നടത്തുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷെ അതിന് തെരഞ്ഞെടുക്കുന്നവർ അതിന് യോഗ്യരാണെന്ന് കൂടി അതിന്റെ തലപ്പത്തിരിക്കുന്നവർ നോക്കണം. മറ്റുള്ളവർക്ക് മുന്നിൽ ആളാവുന്നതല്ല കാര്യം. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് നന്മ കിട്ടുന്നു എന്ന് ഉറപ്പാക്കുന്നതിലാണ് കാര്യം. ഇവനെന്താ ചെയ്യണ്ടേ? അത് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുന്നിൽ ഇന്ന് തന്നെ ഹാജരാക്കണം. വിവാഹ തട്ടിപ്പ്, പീഡനം, അതുപോലെ വിശ്വാസവഞ്ചന, അങ്ങനെ 8-10 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. മാഡം പറഞ്ഞാൽ മതി. എന്തു പറയുന്നു സച്ചിദാനന്ദൻ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇവന് പണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, താലുകെട്ട് കഴിഞ്ഞ് കൊടുക്കാന്ന് വെച്ചിരിക്കായിരുന്നു. അതെങ്കിലും ഓർത്ത് ചെയ്തല്ലോ സംഘാടകര്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാതെ തട്ടിപ്പുകാരെയും കള്ളന്മാരെയും ഒക്കെ സഹായിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി അന്വേഷിച്ച് ബോധ്യം വരുത്തിയിട്ടേ ചെയ്യാവൂ. ശരി മാഡം. ഇല്ലെങ്കിൽ ഇതുപോലെ താലികെട്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. നടക്കടാ. അയ്യോ മാഡം, ചതിക്കരുത്, രക്ഷിക്കണം. എന്റെ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. എനിക്ക് നന്നാവാനൊരു അവസരം തരണം പ്ലീസ് മാഡം. ഒരു തെറ്റ് ഞാനിനി ചെയ്യില്ല. ഗീത എനിക്കിഷ്ടമാ. ഗീത ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ പൊന്നു വേണം നോക്കിക്കോളാം. ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. പ്ലീസ്, എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് പ്രായച്ചിത്തം വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.